ഉമ്മച്ചൻ്റെ മരണത്തിനു പിന്നിലെ രഹസ്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. കൊലയാളിയുടെ ഓരോ സന്ദേശവും അന്വേഷണത്തെ പുതിയ ദിശകളിലേക്ക് തിരിക്കുകയാണ്. ഒടുവിൽ വന്ന ഗെയിം ഈസ് ഓവർ എന്ന ഒരു വാക്ക് എല്ലാവരെയും ഞെട്ടിക്കുന്നു. നമുക്ക് കൊലയാളിയുടെ 90-ാം ഭാഗം കേട്ടാലോ? നേരം വെളുത്തു കഴിഞ്ഞ് നോക്കിയപ്പോൾ രണ്ടാമത്തെ വണ്ടിയും കാണുന്നില്ലായിരുന്നു. അതും രാത്രിയിൽ തന്നെ പോയിട്ടുണ്ടാകും. അതിൻ്റെയും ശബ്ദം ഞങ്ങൾ കേട്ട് കാണില്ല. മാരിമുത്തു പറഞ്ഞത് ശരി തന്നെയാണെന്ന് അയാളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടിരുന്ന രഞ്ജിത്തും മഹേന്ദ്രനും കണ്ണുകൊണ്ട് അടയാളം കാണിച്ചു. കൂടുതലായി ഇനി ഒന്നും അയാളിൽ നിന്നും കിട്ടാനുള്ളതായും തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് പൊയ്ക്കൊള്ളാൻ അയാളോട് പറഞ്ഞു. തിരിച്ചു നടക്കുന്നതിനിടയിൽ അവർ പരസ്പരം പറഞ്ഞു, ഇന്നലെ രാത്രി ഇവിടെ വന്നവർ തന്നെയാണ് ഉമ്മച്ചനെയും സോണിയെയും കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത്. അവരിൽ തന്നെ ചിലപ്പോൾ മുഴുവൻ ആളുകളും ഉണ്ടായിരിക്കില്ല. എല്ലാവരും അതിൽ പങ്കാളികളായിരിക്കില്ല. മാരിമുത്തു പറഞ്ഞതിൽ ആഘോഷത്തിൽ കൂടാതെ മാറി നിന്ന വെജിറ്റേറിയന്മാരായ ആ 2 പേരുണ്ടല്ലോ, അവർ മിക്കവാറും രമേശനും നന്ദനുമായിരിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ സോണിയുടെ മരണത്തിൻ്റെ വിവരവും നമുക്ക് ഉടനെ തന്നെ കേൾക്കേണ്ടി വന്നേക്കും. 2 പേരെയും കൂടി ഒരുമിച്ച് തട്ടിക്കൊണ്ടുപോയതായിരിക്കും. കഥ കഴിച്ചത് ഒരുമിച്ചാകണം എന്നില്ല. തൻ്റെ ഫോണിൽ വന്ന മെസ്സേജിൻ്റെ അർത്ഥം എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ജീവന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. അതുകൊണ്ട് കൂട്ടുകാരുടെ ഇടയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് അദ്ദേഹത്തിന് തോന്നി. അങ്ങനെയുള്ള കൊനസ്റ്റ് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ജോസ് മാത്യുവിനും മഹേന്ദ്രനും ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. അവർ പറയുന്നത് മിക്കവാറും ശരിയാകാറുണ്ട്. 90% അവരുടെ സക്സസ് പ്രോബബിലിറ്റി. മെസ്സേജ് അവർക്ക് 2 പേർക്കും കാണിച്ചു കൊടുത്തു. അത് 2 തവണ വീതം വായിച്ചതിന് ശേഷം അവർ 2 പേരും അല്പസമയം ആലോചനയിലാണ്ടു. കാര്യമായി എന്തോ ചിന്തിക്കുകയാണവർ. ആദ്യം സംസാരിച്ചത് മഹേന്ദ്രനാണ്. സാറേ, അതിലെ സിഗ്നൽ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നതായി ഒരു സൂചന ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് പറയാം. ശരിയാണ് എന്നുറപ്പില്ല. ഈ സന്ദേശം അയച്ചത് കൊലയാളി തന്നെ ആയിരിക്കും. മഹേന്ദ്രൻ തുടർന്നു പറഞ്ഞു, അയാൾ ഓരോരുത്തരെയായി തീർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതായത് കൊല്ലപ്പെടേണ്ട ആളുകൾ ഓരോന്നിനെയും സിഗ്നൽ റേഞ്ച് കാണിക്കുന്ന കട്ടകളായി കണക്കാക്കാം. ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകൾ ഓരോന്നോരോന്നായി തീർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നലെ വരെ 2 കട്ടകൾ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ 1 കട്ട മാത്രമേ ബാക്കിയുള്ളൂ. അതും കൂടി തീരുന്നു എന്നല്ലേ അയാൾ കാണിച്ചത്? ആ വഴിക്ക് ചിന്തിച്ചുകൂടെ? അയാളെയും എവിടെയോ വെച്ച് അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കൊലയാളി നമ്മോട് പറയാതെ പറയുകയാണ്. നിങ്ങൾ എത്ര അന്വേഷിച്ചാലും ഒരു ലക്ഷ്യവും കിട്ടില്ലെന്നും വേണമെങ്കിൽ അയാൾ പറയുന്നുണ്ടാകാം ആ സന്ദേശത്തിലൂടെ. ജോസിൻ്റെ അഭിപ്രായവും വ്യത്യസ്തമായിരുന്നില്ല. അങ്ങനെ ഒരു സാധ്യത ജീവൻ ചിന്തിച്ചിരുന്നില്ല എന്ന് മാത്രം. അവർ പറയുന്നത് ശരിയായിരിക്കാം. ഏതായാലും ആ നമ്പറിൽ ഒന്ന് അങ്ങോട്ട് വിളിച്ചു നോക്കി. പക്ഷേ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല എന്നാണ് കിട്ടിയ മറുപടി. സന്ദേശം അയച്ച സമയത്ത് അത് പ്രവർത്തിച്ചതാണല്ലോ. അതുകൊണ്ട് സൈബർ വിങ്ങിൻ്റെ സഹായത്തോടെ
അതിൻ്റെ അപ്പോഴത്തെ ലൊക്കേഷൻ കണ്ടെത്താം എന്നതായിരുന്നു മഹേന്ദ്രൻ്റെ നിർദ്ദേശം. അതുകൊണ്ട് വിവരം സൈബർ വിങ്ങിന് കൈമാറി. എന്നിട്ടാണ് അവർ അടുത്ത നടപടിയിലേക്ക് നീങ്ങിയത്. അതിൻ്റെ പിറകെ പോകണമെങ്കിൽ അവിടെ നിന്നും വിവരം കിട്ടണം. അതിനായി കാത്തു നിൽക്കാൻ സമയമില്ല. ആ വിവരം വരുമ്പോൾ വരട്ടെ. ആ കാര്യം ഇനി സൈബറുകാർ നോക്കട്ടെ. നമുക്ക് അത്യാവശ്യമായി മറ്റൊരു സ്ഥലത്ത് പോകണം. കോയമ്പത്തൂരിൽ നിന്നും വന്നവർ ആരായിരുന്നു എന്ന് കണ്ടുപിടിക്കണ്ടേ? അതറിയാൻ എന്തെങ്കിലും ഒരു സൂചന കിട്ടാൻ സാധ്യതയുള്ളത് ചെറിയാച്ചൻ്റെ വീട്ടിൽ നിന്നും മാത്രമാണ്. അയാളുടെ മകനും ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവർ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയില്ല. എന്നാലും ചെറിയാച്ചൻ്റെ വീട്ടിൽ നിന്നും അതിലേക്ക് ഒരു സൂചന ലഭിച്ചേക്കും. നമുക്കുടൻ തന്നെ അയാളുടെ വീട്ടിലേക്ക് പോകാം. പിന്നെ വൈകിയില്ല. അവർ നേരെ പോയത് ചെറിയാച്ചൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മച്ചൻ്റെ മരണവിവരം അല്പം മുമ്പ് അവരുടെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ട് പുറപ്പെടാൻ വേണ്ടി ചെറിയാച്ചൻ്റെ ഭാര്യ തയ്യാറായി ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ജീവൻ ജോസും സംഘവും അവിടെ എത്തിയത്. കഷ്ടിച്ച് 10 മിനിറ്റ് സമയം മാത്രമേ നിൽക്കേണ്ടതുള്ളൂ എന്നാണ് ജീവൻ പറഞ്ഞത്. ഒരു വിവരം ചോദിച്ചറിയാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പരിഭവവുമില്ലാതെ ചെറിയാച്ചൻ്റെ ഭാര്യ മോളമ്മ അവരോട് ഇരിക്കാൻ പറഞ്ഞു. അശ്വിൻ നിങ്ങളുടെ മകനല്ലേ? ഈ അടുത്ത ദിവസങ്ങളിലെങ്ങാനും അവനിവിടെ വന്നിരുന്നോ? കഴിഞ്ഞ മാസം വന്നതാണ്. ഈ മാസം അവൻ വരില്ല എന്ന് പറഞ്ഞിരുന്നു. ഒട്ടും ആലോചിക്കാതെയുള്ള മറുപടി. എല്ലാ മാസവും അവന് വേണമെങ്കിൽ വരാമല്ലോ. അവൻ ജോലി ചെയ്യുന്നത് കോയമ്പത്തൂരിലല്ലേ? താൻ അങ്ങനെ പറയാഞ്ഞിട്ടും ഇവർ അങ്ങനെ പറയണമെങ്കിൽ തീർച്ചയായും അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചൊക്കെ ഇവർ അന്വേഷിച്ചിട്ടുണ്ടാകണം. അറിയാമെങ്കിൽ പോലും വീണ്ടും ചോദിക്കുന്നവരാണ് പോലീസുകാർ. മാസത്തിൽ വേണമെങ്കിൽ വരാം. പക്ഷേ അപൂർവം ചില മാസങ്ങളിൽ അവൻ വരാറില്ല. മിക്കപ്പോഴും വിളിക്കും. വരില്ലെങ്കിൽ വിവരം പറയുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അശ്വിൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ വിശദവിവരങ്ങൾ മോളമ്മയിൽ നിന്നും അവർ ശേഖരിച്ചു. കൂടുതൽ സമയം അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. ഭർത്താവിൻ്റെ അനുജനല്ലേ ഇന്ന് മരണപ്പെട്ടത്? ആ വീട്ടിലേക്ക് പോകണമല്ലോ. അവർക്കും നമുക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേണമല്ലോ കാര്യങ്ങൾ ചെയ്യാൻ. അശ്വിൻ ഇന്നലെ കേരളത്തിൽ വരുന്ന വിവരം നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ? എന്നിട്ടും നിങ്ങൾ അവനോട് വീട്ടിൽ വരാൻ ആവശ്യപ്പെട്ടില്ലേ? അവൻ ഇന്നലെ കേരളത്തിൽ വന്നു എന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിശ്വാസം വരുന്നില്ല. അവൻ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി മാത്രമേ സാധാരണ നാട്ടിൽ വരാറുള്ളൂ. അപ്പോൾ പിന്നെ അവന് എന്തെങ്കിലും ദുരുദ്ദേശം കാണും. അതല്ല എങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരോടൊത്ത് മദ്യപിച്ച് കഴിയുമ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട് വരാത്തതുമാകാം. അതെന്തു തന്നെയാണെങ്കിലും കോയമ്പത്തൂരിൽ ഒരന്വേഷണം നടത്തണം. സംഘത്തിൻ്റെ കൂടെയുണ്ടായിരുന്നവർ രമേശനും നന്ദനും ആണോ എന്നറിയണം. തങ്ങളുടെ അന്വേഷണം കോയമ്പത്തൂരും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന സമയത്ത് കൊലയാളി സോണിയുടെ കാര്യം കൂടി അവൻ തീരുമാനമാക്കില്ലേ? അവനിപ്പോൾ അവരുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതിയാവില്ലേ എന്നൊക്കെയായിരുന്നു അവരുടെ ചിന്തകൾ. അതിനും അധിക ദിവസം കാത്തിരിക്കേണ്ടി വരില്ല എന്നൊരു തോന്നൽ. അവർ മുറിയിൽ നിന്ന് എഴുന്നേറ്റ്
പുറത്തേക്ക് പോകാൻ നടക്കുന്നതിനിടയിലായിരുന്നു മോളമ്മയോട് ജീവൻ ജോസിൻ്റെ ഒരു ചോദ്യം. അശ്വിന് അവൻ്റെ ഇളയച്ചൻ ഉമ്മച്ചനോട് എന്തെങ്കിലും വിരോധമുണ്ടായിരുന്നോ? പിതാവിൻ്റെ സ്വത്ത് സംബന്ധമായ എന്തെങ്കിലും വകയിൽ? നേരത്തെ അവർക്ക് ഒരുമിച്ച് കച്ചവടമുണ്ടായിരുന്നില്ലേ? അതിൽ ഉമ്മച്ചനോളം നേട്ടം ചെറിയാച്ചനുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ആ വകയിൽ ചിലപ്പോൾ അശ്വിന് അയാളോട് വിരോധമുണ്ടായിക്കൂടെ? തീർത്തും പ്രതീക്ഷിക്കാത്തതാണ് ആ ചോദ്യം. എങ്കിലും അവരുടെ മുഖഭാവത്തിൽ കാര്യമായ ഒരു വ്യത്യാസവും കണ്ടില്ല. ഇച്ചായൻ മരിച്ചു കഴിഞ്ഞ് എല്ലാ കാര്യത്തിനും ഞങ്ങളോടൊപ്പം നിൽക്കുന്നതാണ് ഉമ്മച്ചൻ. അവന് പാപ്പനോട് ഒരു കാരണവശാലും വിരോധമില്ല. മാത്രവുമല്ല, ഇപ്പോൾ അവൻ സ്വന്തം പിതാവിൻ്റെ സ്ഥാനത്താണ് ഉമ്മച്ചനെ കാണുന്നത്. പിന്നെ അവനോട് വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല. അവർ ആ വീട്ടിൽ നിന്നിറങ്ങി വാഹനത്തിനടുത്തെത്തി. അപ്പോഴും ജീവൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. വേണ്ടപ്പോൾ വേണ്ട കാര്യങ്ങൾ സന്ദേശമായി കൃത്യമായി വരുന്നുണ്ടല്ലോ. ഇപ്രാവശ്യത്തെ മെസ്സേജിൻ്റെ ടോൺ അല്പം വ്യത്യസ്തമായിരുന്നു. അടുത്ത ദിവസങ്ങളിലായി അനോണിമസായി ഇത്തരം സന്ദേശങ്ങൾ ധാരാളം വരുന്നതാണല്ലോ. അതൊക്കെ എന്തെങ്കിലും അനിഷ്ടകരമായ കാര്യങ്ങൾ പറയാനായിരിക്കും. അതിൽ വന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുമുണ്ട്. സന്ദേശത്തിന് ഒരുമാതിരി മരണത്തിൻ്റെ ഗന്ധം. അതുകൊണ്ട് നേരത്തെ ഒന്നും സന്ദേശങ്ങൾ നോക്കാത്ത ജീവൻ ജോസ് മെസ്സേജ് ടോൺ കേട്ടാൽ ആ നിമിഷം ഫോൺ എടുത്ത് നോക്കും. ആരാണ് പോയത് എന്നറിയില്ലല്ലോ, ഒരുവനെ കാണാനുണ്ടല്ലോ താനും. മെസ്സേജ് തുറന്നു നോക്കി. ആകെ കുറച്ച് വാക്കുകൾ മാത്രം. ഗെയിം ഈസ് ഓവർ. ഒന്നും മനസ്സിലാകാതെ ജീവൻ തൻ്റെ നെറ്റിയിലൂടെ വിരലോടിച്ചുകൊണ്ട് വാഹനത്തിൽ ചാരി അല്പസമയം നിന്നുപോയി. ഏതു മത്സരത്തിൻ്റെ കാര്യമാണിത്? മത്സരമാകണം എന്നില്ലല്ലോ. പലരും പലതിനും ഉപയോഗിക്കുന്നതാണല്ലോ ആ വാക്ക്. എന്തായിരിക്കും തീർന്ന ആ ഗെയിം? ഗെയിം ഈസ് ഓവർ എന്ന സന്ദേശം യഥാർത്ഥത്തിൽ ആരെ ഉദ്ദേശിച്ചായിരിക്കും? സോണി ജീവനോടെ കാണുമോ? അതോ മറ്റൊരു ഞെട്ടിക്കുന്ന സത്യം പുറത്തു വരാനിരിക്കുകയാണോ? അറിയാൻ അടുത്ത ഭാഗം തീർച്ചയായും കേൾക്കണേ. ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ.